അനധികൃത അവധിയിൽ തുടരുന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടിക്കൊരുങ്ങിയ ആരോഗ്യവകുപ്പ് എന്ന് കേൾക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത് മഴക്കാലമാണ്. രോഗങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന സമയവും ഡെങ്കിപ്പനി അങ്ങനെ പകർച്ചവ്യാധികൾ നിരവധിയുള്ളൊരു സമയമാണ്. ഈ സമയത്താണ് ആരോഗ്യ പ്രവർത്തകർ ഇങ്ങനെ അവധിയെടുക്കുന്നതും. മുൻപും സമാനമായ രീതികളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അന്നും ആരോഗ്യവകുപ്പ് നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് കാര്യക്ഷമമല്ലാത്ത ഒരു നടപടി ആയതുകൊണ്ടാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നതെന്ന് തന്നെയല്ലേ പറയേണ്ടത്. രജനി, അതുതന്നെയാണ്. 700ഓളം ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർ അവധിയെടുത്ത് മാസങ്ങളായി ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. ഇതിൽ അന്ത്യശാസനമടക്കം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ജൂൺ 6-ന് മുൻപ് തന്നെ ഈ അവധിയിൽ പോയിട്ടുള്ളവരൊക്കെ തന്നെ തിരികെ ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിയ സാഹചര്യം, പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യം, ഒപ്പം പക്ഷിപ്പനി അടക്കം സംസ്ഥാന വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അടിയന്തരമായി ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടുള്ള ജീവനക്കാരെ നൽകുക എന്നുള്ളൊരു വെല്ലുവിളി സർക്കാരിന് മുൻപിലും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിന് മുൻപിലും ഉണ്ടാവുകയാണ്. 700ഓളം പേര് അവധിയെടുത്ത് സംസ്ഥാന വ്യാപകമായി മാറി നിൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഘട്ടത്തിലാണ് ജൂൺ 6-ന് മുൻപ് തന്നെ ഇവർ ജോലിയിൽ തിരികെ പ്രവേശിക്കണം എന്നുള്ള നിർദ്ദേശം മന്ത്രി തന്നെ നൽകുന്നത്. പക്ഷേ നിലവിൽ 24 പേർ മാത്രമാണ് 700 പേരിൽ ജോലിയിൽ തിരികെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റ് ആരും തന്നെ ജോലിയിലേക്ക് തിരികെ എത്തിയിട്ടില്ല. ഇവർക്കെതിരെ കർശന നടപടി എടുക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് ധാരണയിൽ എത്തിയിട്ടുള്ളത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. പക്ഷേ ഉത്തരവിനെ വകവയ്ക്കാതെ, അല്ലെങ്കിൽ നിലവിൽ മുൻപ് സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ എടുത്തിട്ടുള്ള ശിക്ഷാ നടപടികൾ കാര്യമാകാത്തത് തന്നെയാണ് ഇത്തരത്തിൽ ആളുകൾ മാറി നിൽക്കാനുള്ള സാഹചര്യം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുകയും ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് അടിയന്തരമായി തന്നെ ഈ ജോലിയിൽ തിരികെ പ്രവേശിക്കാത്തവരെ, അകാരണമായി മാറി നിൽക്കുന്നവരെ കൃത്യമായി തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രാഥമിക നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള സൂചനകൾ കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ്. രജനി, ശരി. ഏതായാലും ഈ ദുരിതങ്ങളൊക്കെ തന്നെ അനുഭവിക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ്. ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ വേണ്ടത്ര ആരോഗ്യ പ്രവർത്തകരില്ല, ചികിത്സിക്കാൻ ഡോക്ടർമാരില്ലാത്ത ഒരവസ്ഥ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിരുന്നാലും അവരവരുടെ നടപടികളിൽ നിന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതിയിൽ നിന്ന് മാറില്ല എന്ന് തന്നെയാണ് വീണ്ടും തെളിയുന്ന ഒരു കാര്യം കൂടി. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.